പണ്ടാരോ പറഞ്ഞു നീ വാഴ നീ പാഴ വെള്ളത്തിൽ വരച്ച വര ഉപയോഗശൂന്യന അവനെ പോലെയാക നീ ഇവനെ പോലെയാക നീലവന്മാരോട് പോകാൻ പറ നീയായ മതി. പണ്ടെങ്ങാണ്ടോ ആരോ വാഴ വെച്ചേ വളവുമിട്ടേ അതിന് മുഖ്യദൂതന്മാർ 3 എണ്ണമല്ലേ ഉള്ളൂ. എടാ മോനെ ശരിക്കും 9 ഉണ്ട്, പക്ഷെ നമ്മുടെ ബൈബിളിൽ 3 ഉള്ളതേ ഉള്ളൂ. അതാണോ ഇപ്പൊ ഇവിടെ വലിയ കാര്യം? ആരെങ്കിലും പോയ കഥകൊന്ന് തുറക്ക്, കുറെ നേരമായി. ആരാന്ന് വെച്ചിട്ട് തുറക്കാനാ? തുറക്കല് ചിന്നേട്ടാ, ആ ഓറയെന്ന് എനിക്ക് മനസ്സിലാവും, ഇത് പ്രേതവാ. ഓ എന്നെ കൊല്ല് പറഞ്ഞാ മതി, നാം ചെയ്തു തരും. എന്റെ പൊന്നോ. എടി ലിസേ കഥ ഒന്ന് പോയി തുറക്കാൻ. ഒന്ന് തുറക്കടി. അരുത്, നീ ഇതുവരെ ഡോറ നാശങ്ങളെ മാത്രമേ കയറ്റിയിട്ടുള്ളൂ. അത് എന്നേട്ടാ പറഞ്ഞു ശരിയാ. രാവിലെ ചെന്നിട്ട് പാല് വാങ്ങിച്ചിട്ട് വന്നപ്പോ ജനിയാ കഥ തുറന്നു വന്നു. എന്തൊക്കെയാണേലും ജന തുറക്കരുത്. നമ്മളെ കണ്ടിട്ടായിരിക്കും. ഈ ഡോറിന്റെ മണ്ടയിൽ എന്താ വവ്വാലോ? മാമൻ ഈ വീടിന്റെ ഐശ്വര്യം. വീട് പടിഞ്ഞുപോയി. ഇതല്ലായിരുന്നു പുള്ളിയുടെ കാണാതായ അണ്ടർവെയർ. ഈ സൗണ്ട് എവിടെയോ? ഇതിപ്പോ കുറെ നേരമായല്ലോ, ഞാൻ പോയി തുറക്കാൻ പോവാ. നിങ്ങളോ? ഞാൻ എന്താ ഇതുവരെ എത്താത്തേന്ന്. കണ്ടോ ജിന്നേട്ടാ, ജിസുവേച്ചിക്ക് പരിചയമുള്ള പ്രേതമാണെന്ന് തോന്നുന്നു. അതെന്തായാലും നന്നായി. ജിസുവേച്ചെടുത്ത് വെച്ചിട്ട് പുള്ളിക്കാരുടെ നമ്പർ വാങ്ങിക്കാം. അതിന് പുള്ളിക്കാരനാണെങ്കിലോ? ഒന്ന് പോടെ അങ്ങോട്ട്. ഇതൊരു ഗേൾ, അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. Hear me out. ഇതൊരു മനുഷ്യനാണെങ്കിലോ ഇനി പ്രേതമല്ലെങ്കിലോ? മനുഷ്യനോ പ്രേതോ ഒരു പെണ്ണായ പോരെ. എടി നീ എപ്പോഴും ഹോസ്റ്റലിൽ നിന്ന് വന്നേ? പെണ്ണാണ്. അതിന് ഞാൻ ക്രിസ്മസിന് പോയില്ലല്ലോ, നിങ്ങളുള്ള പൈസ എല്ലാം അടിച്ചോണ്ട് വന്നില്ലേ? അയ്യേ ഇവളോ? അല്ല ഇത് ആരാ? ഇത് ജൂനേട്ടന്റെ രാജകുമാരിയോ? അല്ലടി നിന്റെ അമ്മായിയമ്മ. വേണ്ടായിരുന്നു. അതെ നിനക്ക് വേണ്ട എന്നടാ ജിമിനെ. സൂസൻ ഇതാണ് നിന്നോടൊന്ന് പറയട്ടെ. അയ്യോ അത് വേണ്ട ജിമിനെ, അത് വേണ്ട. നമ്മള് സോൾമേറ്റ്സ് ആണ്, ഇങ്ങനെ സോളിയിട്ട് കുത്തരുത്. എല്ലായിടത്തും ഈ സൂസനെ വലിച്ചിടുന്ന എന്തിനാ? ഞാൻ എനിക്ക് തോന്നിടത്ത് വലിച്ചിടും. അതിന് നിനക്കെന്ത്? മോളെ ലിസ ഇതോണ നിൽക്കുന്നുണ്ട് ആമ്പിള്ളേർ. അയ്യേ ഇതിപ്പോ ശരിക്കും പിള്ളേരായി പോയല്ലോ. എന്താ തിന്നാൻ കണ്ടോ നീ? എന്തൊക്കെയാ സ്നാക്സ്? ഇങ്ങോട്ട് എടുക്ക്. സോനാ പപ്പടി ഉണ്ട്. അയ്യോ ദാരിദ്ര്യം. സോനാ പപ്പടി എങ്കിലും ഉണ്ടായത് ഭാഗ്യം. ആ യൂണിവേഴ്സിനാണെങ്കിൽ ഒന്നും കൊണ്ടുവരത്തില്ല. വെറുതെ ഒരു കുരിശും പിടിച്ചോണ്ട് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോളും. ഇവൾ എന്തുവായി പറയുന്നേ? നിങ്ങൾ ഇവിടെ പൈസ തിരിച്ചു ചോദിക്കാൻ വന്നതാണോ? 1 കോടിയുടെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണ്. 2 കോടിയുടെ അടുത്ത ചോദ്യം, പൈസ തരുമോ ഇല്ലയോ? ഇല്ല, തരാൻ മനസ്സില്ല. ഉത്തരം തെറ്റാണ്. 3 കോടിയുടെ അടുത്ത ചോദ്യം, നിങ്ങൾ കിണറ്റിട്ട് കൊള്ളണോ അതോ തല്ലിക്കൊള്ളണോ? അല്ല അത് പിന്നെ മോനെ ജിന്നേട്ടന്റെ പൈസ ഉണ്ടെങ്കിൽ മോന് തരത്തില്ലേടാ. ഇതിപ്പം ജൂണേട്ടൻ ഉണ്ടല്ലോ, അത് യൂണിവേഴ്സിന് എടുത്തു കൊടുത്തു. ഇല്ലാത്ത ഓപ്ഷനായിട്ട് നമ്മൾ തന്നെ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും. കിണറ്റിയൊന്നും എടുത്തത് മനുഷ്യന് കുടിക്കാനുള്ളതാ, വേണ്ട തല്ലുകൊള്ളു. എന്റെ ഗുണ്ട ഇവിടെ കയറി ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പൊട്ടാസ് തോക്കും പിടിച്ചോണ്ട് അങ്ങയുടെ ഒരു ഒടുക്കത്തെ ഡാൻസ് കണ്ടോളാം. എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്, കാരണം നിങ്ങൾ എന്റെ അടിമയാണ്. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കിണിക്കുന്നോ? ജിന്നേട്ടൻ ഞങ്ങളുടെ കൊണ്ട് പൈസ വാങ്ങിക്കാനേ ഞങ്ങള് വന്നേക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങള് പോകും. എന്റെ പൊന്നു വെച്ച് അതാ പറഞ്ഞത്. കിട്ടിയ പൈസ കൊടുത്ത യൂണിവേഴ്സിറ്റി ഇവരെടുത്ത് കൊടുത്ത്. പിന്നെ ഞാനതിന്റെ പൈസ എടുത്തോണ്ട് വന്നിട്ടൊന്നുമില്ല. നിന്റെ അനിയൻ എനിക്ക് തന്നു, ഞാൻ എടുത്തു. പൈസയാണെ വാങ്ങിക്കും. നീ ഈ വീട്ടിൽ വന്നിട്ട് കൂടുതൽ ആളാവാൻ നിക്കല്ലേ. ജനിയച്ച പൈസ തന്നാ ഞങ്ങൾ ഇവനെ കൊണ്ട് പൊക്കോളാം, അല്ലാതെ ഞങ്ങൾക്ക് വീട്ടിൽ കയറാൻ പറ്റത്തില്ല. എടാ അതല്ലേ പറഞ്ഞ നമ്മുടെ പൈസ ഇല്ലെന്ന്. അതന്നെ സാരല്ല, അങ്ങനെ കൂടി പോയാ എന്തോ ചെയ്യും. അതല്ല സുന്നേട്ടാ, ഞങ്ങളിവിടെ നിക്കുന്നോളാം ഞങ്ങക്ക് വീട്ടിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട. പിന്നെ വീട്ടില് ജപ്തിക്കാർ വന്നാലേ അപ്പോഴേക്കും ഇത് കൊണ്ടുവെക്കണം. അത്രയും ടെൻഷൻ ഒഴിഞ്ഞു കിട്ടും. എല്ലാം പ്ലാൻ ചെയ്തിട്ടാ വന്നേക്കുന്ന കൊച്ചു കള്ളൻ. അല്ലാതെ ചേട്ടനെ പോലെ പൊട്ടുന്ന പ്ലാൻ വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ ടേയുടെ മാസ്റ്റർ പ്ലാനെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ, അതാ ഒന്നും പറയാത്തായിരിക്കും നല്ലത്. എടി ലിസേ, നീയും ഞാൻ വിചാരിച്ച നീ എന്റെ പക്ഷത്താണ്. ഈ വീട്ടിൽ അങ്ങനെ കയറാനൊന്നും പറ്റത്തില്ല, മര്യാദക്ക് ഇറങ്ങി വെക്കോണം. എന്നാ പൈസ
ഓക്കെ എന്നാ പൈസ കിട്ടുന്നവരെ നിങ്ങൾ എന്നാ ഇവിടെ നിന്നോ. പൈസ കിട്ടുമ്പോ പോയപ്പോടി. ഇപ്പൊ ഞങ്ങൾക്ക് എടുത്തരാൻ കൈ കാശൊന്നും ഇല്ല. അപ്പൊ ശരി എന്നാ പൈസ കിട്ടുന്നവരെ ഞങ്ങൾ ഇവിടെ കാണും. എന്റെ പൊന്നു ജിസു, നിനക്ക് എന്തുവാടി എന്നോട് ഇത്ര വെറുപ്പ്? നീയാണ് അവിടെ നിന്ന് പിരിച്ച പൈസ മൊത്തം യൂണിവേഴ്സിന് എടുത്തു കൊടുത്തത്. എന്നിട്ട് ഇപ്പൊ യുവമാരെല്ലാം വിളിച്ച് താമസിപ്പിച്ചേക്കുന്ന ഇവിടെ. എന്നാ പിന്നെ നാട്ടുകാരെ കൂടെ വിളിച്ച് താമസിപ്പിക്കാത്ത എന്ത്? എന്നാ അപ്പുറത്ത് പോയിട്ടുള്ള അമ്മച്ചയും പ്രയത്നം കൂടെ വിളിച്ച് താമസിപ്പിക്കും. നീ അങ്ങനൊന്നും പറയാതെ അവള് ശരിക്കും വിളിച്ചോണ്ട് വന്ന് അവരെയൊക്കെ താമസിപ്പിക്കും. അവർക്ക് പോവാൻ വരെ സ്ഥലം ഇല്ലാത്തോണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞേ. എല്ലാവർക്കും പോവാൻ സ്ഥലം ഇല്ലാതാക്കിയതാരാ? നീയും ജൂണും. അല്ല, നിനക്കുള്ള ഞാൻ പിന്നെ തരാം. ഇപ്പൊ ഞാൻ അവന്മാരുടെ കാര്യം നോക്കട്ടെ. പറ്റത്തില്ല പറ്റത്തില്ല പറ്റത്തില്ല, ഈ കട്ടിൽ കിടക്കാൻ പറ്റത്തില്ല. ഓൾറെഡി ഞാനും കൂക്കിയും ജിമിനും കട്ടിലാണ് കിടക്കുന്നത്. നിങ്ങളെയും കൂടെ ഇവിടെ കിടത്താൻ പറ്റത്തില്ല. നിങ്ങൾ വേണം താഴെ പോയി കിടണം. നിങ്ങൾ എന്താ പറഞ്ഞാലും ശരി, ഞാൻ രാത്രി ഇവിടെ കിടക്കത്തുള്ളൂ, നിങ്ങളുടെ നടുക്കേ കിടക്കത്തുള്ളൂ. എന്റെ പൊന്നെ ഒരു രാത്രി നോക്കിയാ പോരെ. ഇപ്പൊ ഒന്നും മിണ്ടായിരിക്കും, എനിക്കൊന്ന് പുറത്തു പോകണം. താഴത്തെ കടയിലോട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോ കപ്പലിന്റെ വിട്ട് അടിച്ചോണ്ടേ വാങ്ങിക്കാലോ. എന്റെ പൊന്ന് ശ്രമിച്ച് നിങ്ങളത് കേൾക്കണം. ആ വീട്ടിൽ ഒന്നും വാങ്ങിക്കാൻ വന്നിട്ടില്ലാൻ കിട്ടൂല. ഇന്നാളൊരു ദിവസം നിങ്ങൾ എന്നോ വെച്ചിട്ട് പോയ